തിരുവനന്തപുരത്ത് 8 വയസ്സുകാരന് അധ്യാപികയുടെ ക്രൂരമർദ്ദനം. അസംബ്ലിയിൽ ഡിസിപ്ലിൻ പാലിച്ചില്ല എന്നാരോപിച്ചാണ് മർദ്ദനം. കുട്ടിയുടെ കൈക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഈ കൊച്ചു കുട്ടികളോടുള്ള ഇത്തരം ശിക്ഷാ നടപടികളുടെ വാർത്തകൾ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. രോഹിണി, തിരുവനന്തപുരം വിളപ്പിൽശാല LP സ്കൂളിലാണ് ഈ ക്രൂരത നടന്നത്. ഇംഗ്ലീഷ് അധ്യാപിക 8 വയസ്സുകാരന്റെ കൈ മർദ്ദിച്ച് കുട്ടിക്ക് കയ്യില് ചികിത്സ നേടേണ്ടി വന്ന അവസ്ഥയാണ്. പേരൂർക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നാണ് ഈ വിവരം വിളപ്പിൽശാല പോലീസ് അറിയുന്നത്. അതിനുശേഷമാണ് ഈ വിവരം പുറംലോകം അറിയുന്നത്. ഈ 3ാം ക്ലാസ്സുകാരൻ ഇന്റർവെൽ സമയത്ത് ക്ലാസ്സിലേക്ക്, അതായത് പുറത്ത് കളിച്ചതിന് ശേഷം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് കൈ വീശി നടന്നില്ല, ഡിസിപ്ലിൻ അല്ല നടന്നത് എന്നാരോപിച്ചുകൊണ്ട് ചൂരൽ കൊണ്ട് ഒരു 3 തവണ കയ്യിൽ അടിച്ചതിന് ശേഷം കുട്ടിയുടെ കയ്യിൽ നല്ല നീര് വന്നിരുന്നു. വീട്ടിലേക്ക് എത്തുമ്പോഴാണ് കുട്ടിയുടെ കൈ നീരടിച്ചിരിക്കുന്നതും കയ്യിൽ പാടുള്ളതായിട്ടും മാതാപിതാക്കൾ കാണുന്നത്. കാര്യം തിരക്കിയപ്പോഴാണ് ഇംഗ്ലീഷ് അധ്യാപിക ഇത്തരത്തിൽ കുട്ടിയുടെ കയ്യിൽ, അതായത് ഡിസിപ്ലിൻ പാലിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദിച്ചതായിട്ട് കുട്ടി കാര്യം പറയുന്നത്. ഈ കുട്ടി തൈറോയ്ഡ് പോലുള്ള അസുഖത്തിന്റെ ഹൈഡോസ് മരുന്ന് കഴിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ അടിയേൽക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ നാഡീനരമ്പുകൾക്കൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യതയുള്ളതായിട്ട് ഡോക്ടർ പറഞ്ഞതായിട്ടും രക്ഷകർത്താക്കൾ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതിനുശേഷം കുട്ടിയുടെ അച്ഛനും അമ്മയും സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകർ, നിങ്ങളുടെ സാമ്പത്തിക ശേഷി നിലവിൽ മോശമാണ്, അപ്പോൾ ഈ കാര്യം പുറംലോകം അറിയാതിരിക്കാനായിട്ട് ഈ പണം വാഗ്ദാനം ചെയ്യുകയായിരുന്നു, എന്തെങ്കിലും ധനസഹായം നൽകി അത് ഒതുക്കി തീർക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതുവരെ അധ്യാപികക്കെതിരെ സ്കൂളോ അല്ലെങ്കിൽ PTA ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇന്ന് രാവിലെ PT അംഗങ്ങൾ, ഈ അവിടുത്തെ CPM നേതാക്കളാണ് ഈ PT അംഗങ്ങൾ ഇത്തരത്തിൽ വീട്ടിലെത്തി ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ക്രൂരതയാണ് നടന്നിട്ടുള്ള. 4 തവണ കുട്ടിയുടെ കയ്യിൽ ഈ ജോയിന്റിന്റെ ഭാഗത്ത് 4 തവണ ചൂരൽ കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. തുടർന്നാണ് കുട്ടിയുടെ കൈക്ക് നല്ല നീര് വന്നത്. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും ആശുപത്രി അധികൃതർ ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. എന്തായാലും 8 വയസ്സുകാരൻ ഇനി ആ സ്കൂളിലേക്ക് പഠിക്കാൻ പോകില്ല എന്നാണ് നമ്മളോട് പ്രതികരിച്ചത്. വലിയ രീതിയിലുള്ള ക്രൂരതയാണ് കുട്ടികളോട് ഈ സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടെ നടക്കുന്നത്. വിളപ്പിൽശാല UP സ്കൂൾ ഒരു സർക്കാർ സ്കൂളാണ്. അവിടെയാണ് ഇംഗ്ലീഷ് അധ്യാപികയുടെ ഭാഗത്തു നിന്നും കുട്ടി അച്ചടക്കം പാലിച്ചില്ല, കൈ വീശി നടന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കുട്ടിയുടെ വലത് കൈയിൽ ഈ മർദ്ദിച്ചത്. രോഹിണി, ശരി ടിൻഡു, 8 വയസ്സുകാരനോടാണ് അധ്യാപികയുടെ ഈ കൊടും ക്രൂരത.